ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ചർച്ചയായി ജാസ്മിനും ഗബ്രിയും. സഹതാരമായ ശ്രീരേഖയുടെ കൂർക്കംവലിക്കെതിരെ പരാതിയുമായാണ് ജാസ്മിനും ഗബ്രിയും എത്തിയിരിക്കുന്നത്. ശ്രീരേഖയോട് മാറിക്കിടക്കാനാണ് ഇരുവരും ആവശ്യപ്പെട്ടത്. ഇത് തങ്ങൾക്ക് ഒരുമിച്ച് കിടക്കാൻ വേണ്ടി ഇരുവരും കെട്ടിച്ചമച്ചതാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ ജോൺ ബ്രിട്ടോ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ജാസ്മിൻ്റെയും ഗബ്രിയലിൻ്റെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ള അഴിഞ്ഞാട്ടം എല്ലാ അതിരുകളും ഭേദിച്ചു കഴിഞ്ഞു എന്നാണ് കുറിപ്പിൽ പറയുന്നത്. മറ്റുള്ളവരായ സഹമത്സരാർത്ഥികൾ സഹിക്കണോ എന്നും കുറിപ്പിൽ ചോദിക്കുന്നു. ഇന്നലെ രാത്രി ശ്രീരേഖ കിടന്നുറങ്ങുന്നു. ജാസ്മിനും ഗബ്രിയലും വന്നിട്ട് ചേച്ചി ഭയങ്കര കൂർക്കംവലിയാണ്, ഒന്ന് മാറിക്കിടക്കുമോ എന്ന്. ഈ ജാസ്മിൻ എന്ന് പറയുമ്പോൾ രാജകൊട്ടാരത്തിലെങ്ങാനും ആണോ പോയിരിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ജാസ്മിൻ്റെയും ഗബ്രിയലിൻ്റെയും വൃത്തികെട്ട കളികൾക്ക് അല്ലെങ്കിൽ മോശം കണ്ടന്റുകൾക്ക് മറ്റുള്ളവർ കൂട്ടുനിൽക്കണോ? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാ മത്സരാർത്ഥികൾക്കും തുല്യ പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തു കിടക്കുന്ന ആൾ കൂർക്കം വലിക്കുന്നു എന്ന് പറഞ്ഞു എണ്ണീറ്റ് മാറിക്കിടക്കാൻ ധാർഷ്ട്യത്തോടെ പറയാൻ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലെ രാജകുമാരിയാണോ എന്നും കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയലിനും ബിഗ് ബോസ് പ്രത്യേകം ഒരു മുറി കൊടുക്കേണ്ടതാണ്. ഒരു ഹണിമൂൺ പാക്കേജിന് വന്നവരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ബിഗ് ബോസ് അധികൃതർ ഒരുക്കി കൊടുക്കണം. മറ്റു മത്സരാർത്ഥികളെ, പ്രത്യേകിച്ച് സ്ത്രീ മത്സരാർത്ഥികളെ ജാസ്മിനും ഗബ്രിയലിനും ദാസ്യവേല ചെയ്യാൻ നിയോഗിക്കേണ്ടതാണ്. അവർ പറയുന്നതെല്ലാം അടിമകളെപ്പോലെ ചെയ്യാനുള്ള അധികാരവും ജാസ്മിനും ഗബ്രിയലിനും ബിഗ് ബോസ് കൊടുക്കേണ്ടതാണ് എന്നും കുറിപ്പിൽ പറയുന്നു. ഗബ്രിയലിൻ്റെയും ജാസ്മിൻ്റെയും തോന്നിവാസങ്ങൾ കണ്ട് മറ്റു മത്സരാർത്ഥികൾ പ്രതികരിച്ചാൽ ബിഗ് ബോസ് ഹൗസ് അവർക്ക് മാത്രമുള്ള റിസോർട്ടാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം. ഒരുപാട് കുട്ടികളും അമ്മ പെങ്ങന്മാരും കാണുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ജാസ്മിൻ്റെയും ഗബ്രിയലിൻ്റെയും മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള ജാസ്മിൻ്റെയും ഗബ്രിയലിൻ്റെയും ഈ പെരുമാറ്റം തങ്ങളുടെ നേട്ടത്തിനു വേണ്ടി അത് ഏതറ്റം വരെയും വാക്കുകൾ വളച്ചൊടിക്കാൻ അറിയാവുന്ന വൃത്തികെട്ട കളി കൂടാതെ എക്സ് കണ്ടന്റ് എത്രയും പെട്ടെന്ന് ഇവരെ നിയന്ത്രിക്കുന്നതാണ് നല്ലതെന്നും കുറിപ്പിൽ പറയുന്നു. അതേസമയം ഗബ്രിയെയും ജാസ്മിനെയും അനുകൂലിച്ചും വിമർശിച്ചും ആളുകൾ കമന്റിൽ എത്തുന്നുണ്ട്.